ഇന്ന് അനേകർക്കും യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ലജ്ജയാണ്. യേശുവിനെ മറ്റുള്ളവരുടെ മേൽ അഡ്രസ് ചെയ്യുവാൻ വളരെ നാണക്കേട് തോന്നുന്ന അനേകരുണ്ട്. ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്നവർ, അവരുടെ സ്ഥാപനത്തിൽ അവരോട് കൂടെ പഠിക്കുന്നവരോടൊക്കെ ഇങ്ങനെ ഒരു യേശു ഉണ്ടെന്ന് പറയുവാൻ അവർക്ക് പലപ്പോഴും ലജ്ജയാണ്, നാണക്കേടാണ്. ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയുവാൻ ലജ്ജയുള്ളവരോട് ദൈവത്തിന്റെ വചനത്തിന് എന്താണ് പറയാനുള്ളത്? മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം കാണുക: വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ഒന്നാമത്തെ വിഷയം, വ്യഭിചാരവും പാപവും നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധനായ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ എന്തിന് നാണിക്കണം? പരിശുദ്ധനായ, പാപമെന്തെന്നറിയാത്ത, സകലരിലും യോഗ്യനായ, സർവശക്തനായ നമ്മുടെ കർത്താവിനെ എന്തിനാ പറയുവാൻ നമ്മൾ നാണിക്കുന്നത്? പാപമെന്തെന്നറിയാത്തവനല്ലേ അവൻ? ഈ പാപം നിറഞ്ഞ ലോകത്തിലുള്ള പാപിയായ മനുഷ്യനോട് ഈ പാപമെന്തെന്നറിയാത്തവനെ കുറിച്ച് പറയുവാൻ നമ്മൾ എന്തിന് ലജ്ജിക്കണം? അന്തസ്സോടെ നമ്മൾ വിളിച്ചു പറയണം, ഇങ്ങനെ ഒരു യേശുവുണ്ട്, അവൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന്. പിന്നെയും ചേർത്ത് ആ വാക്യത്തിൽ എഴുതിയിരിക്കുക, ഇങ്ങനെ ആരെങ്കിലും യേശുവിനെ മറ്റുള്ളവരോട് അഡ്രസ് ചെയ്യുവാൻ നാണിച്ചാൽ അവനെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവും നാണിക്കുന്ന ഒരു ദിവസം വരും. അവനെ കർത്താവും അഡ്രസ് ചെയ്യുവാൻ മറന്നുപോകുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു ദിവസം വരും. ആകയാൽ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം അറിഞ്ഞ സത്യം, നാം അറിഞ്ഞ ക്രിസ്തു, നമ്മെ വിടുവിച്ച ക്രിസ്തു, ഈ ക്രിസ്തുവിനെ ലജ്ജ കൂടാതെ മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഈ നാളുകളിൽ ബലപ്പെടുത്തട്ടെ, അതിനായി സഹായിക്കട്ടെ. ആമേൻ.